നമസ്കാരം. ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം നടന്നില്ല. മേയറും MLAയും ഉദ്ഘാടന യോഗത്തിനായി വന്നിട്ട് തിരികെ പോയി. അവിടെ ജനങ്ങൾ വൻ പ്രതിഷേധത്തിലാണ്. ഉദ്ഘാടനം നടക്കാത്തതിലല്ല, ഉദ്ഘാടനം നടന്നോ നടന്നില്ലയോ ജനങ്ങൾക്കത് വലിയ വിഷയമല്ല. അത് വാർത്തകളിൽ മാത്രം പ്രാധാന്യം നേടും, കാരണം ഉദ്ഘാടനം നടന്നില്ല എന്നത്. പക്ഷേ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത്, ജനങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണോ ഈ ക്രിസ്മസ് ചന്തയിൽ വന്നത് അതൊന്നും തന്നെ അവിടെ ഇല്ല എന്നതാണ്. ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ അതാണ്. 13 സബ്സിഡി സാധനങ്ങൾ ക്രിസ്മസ് ചന്തകളിൽ ഉണ്ടാകും എന്നാണ് 2 ദിവസം മുമ്പും മന്ത്രിയുടെ പത്രവും ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരുന്നത്. വളരെ വിപുലമായ ക്രിസ്മസ് ചന്തയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, ടെൻഡർ നടപടികൾ പൂർത്തിയായി. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ, കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 13 ഇനം സബ്സിഡി സാധനങ്ങൾ ജനങ്ങൾക്ക് ഈ ക്രിസ്മസ് ചന്തകൾ വഴി കിട്ടും. മാത്രമല്ല മറ്റു സാധനങ്ങൾക്ക് വിപണിയിലുള്ളതിനേക്കാൾ വളരെ വില കുറഞ്ഞ രീതിയിൽ കിട്ടും. അത് ജനങ്ങൾക്ക് വളരെ ആശ്വാസമാകും എന്ന് തന്നെയാണ് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ മന്ത്രിയുടെ പത്രവും ഈ ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് യാഥാർത്ഥ്യം നേരെ തിരിച്ചായിരിക്കുന്നു. ഉദ്ഘാടനം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ക്രിസ്മസ് ചന്ത പരാജയമായിരിക്കുന്നു എന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു സബ്സിഡി സാധനം പോലും ഈ ക്രിസ്മസ് ചന്തയിലില്ല. അവിടെ ഈ 13 സബ്സിഡി സാധനങ്ങൾ കിട്ടും എന്ന മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവിടെ എത്തി ക്യൂവിൽ നിന്നവർ അകത്തു കയറിയപ്പോഴാണ് അറിയുന്നത് അവിടെ സബ്സിഡി സാധനങ്ങളൊന്നുമില്ല, മറ്റു സാധനങ്ങളൊന്നുമില്ല. മറ്റ് വിപണികളിൽ, അതായത് പൊതുവിപണിയിൽ ലഭിക്കുന്ന സാധനങ്ങൾ അതേ വിലയ്ക്ക് തന്നെ അല്പസ്വല്പമൊക്കെ ഒരു ചെറിയ മാറ്റം വരുത്തി കിട്ടുന്നു. അതിനുവേണ്ടി ഇത്രയധികം ദൂരം യാത്ര ചെയ്തും മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നും ഈ ചന്തയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. വളരെ കുറച്ച് മാർജിൻ, ചില സാധനങ്ങൾ, എല്ലാ സാധനങ്ങളുമില്ല. ഞങ്ങൾക്കൊരു വീട്ടാവശ്യത്തിന്, ക്രിസ്മസ് ആവശ്യത്തിന്, ഞങ്ങൾ ഒരു വീട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാം ഉള്ള സാധനങ്ങളും ഈ ക്രിസ്മസ് ചന്തയിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത്. പക്ഷേ കിട്ടി. അതുകൊണ്ട് തന്നെ ഈ സബ്സിഡി സാധനങ്ങൾ ഞങ്ങൾക്കൊരു വലിയൊരു ആശ്വാസമായിരുന്നു. ഞങ്ങൾ വളരെ പരിമിതമായ വരുമാനത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ സബ്സിഡി സാധനങ്ങൾ വളരെ അനുഗ്രഹമായിരുന്നു. പക്ഷേ ഈ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്തിനിവിടെ നിൽക്കണം? സാധനങ്ങൾക്കും വിലയില്ല, എല്ലാ സാധനങ്ങളും ഈ ക്രിസ്മസ് ചന്തയിൽ കിട്ടാനില്ല. അപ്പോൾ ഈ ക്രിസ്മസ് ചന്തയിൽ മണിക്കൂറോളം കാത്തു നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാലും ക്രിസ്മസ് ആഘോഷിക്കണമെങ്കിൽ മറ്റ് വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതെന്തൊരു ഗതികേടാണ് എന്നുവരെ ക്യൂവിൽ നിന്ന് വിഷമിച്ച ആൾക്കാർ ചോദിക്കുന്നതും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു രീതിയാണ്. അപ്പോൾ ക്രിസ്മസ് ചന്ത ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൻ പരാജയമായിരിക്കുന്നു എന്ന കാഴ്ചയാണ് കാണുന്നത്. അതേസമയം ഇവിടെ വൻ അകമ്പടികളോടുകൂടി, വൻ ആഘോഷങ്ങളോടുകൂടി ഏകദേശം 2-3 കിലോമീറ്റർ വ്യാപനത്തിൽ ലൈറ്റുകളിട്ട് ആഘോഷങ്ങൾ നടത്തി ജനസദസ്സ്, ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ജനസദസ്സ് നടക്കുമ്പോൾ അവിടെ ആൾക്കാരെ മുഴുവനും, ഈ വഴികളിൽ മുഴുവൻ റോഡ് ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ പോകാതെ വളരെ നിയന്ത്രിച്ചുമൊക്കെ വലിയ ആഘോഷം നടത്തുമ്പോൾ ഈ സാധാരണക്കാരൻ ഇതാ വിഷമിക്കുന്നു. അവിടെ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ സദസ്സിനെ അല്ലെങ്കിൽ യാത്രയ്ക്കും അവിടെ ഉള്ള എല്ലാവർക്കും, മന്ത്രിമാർക്കൊക്കെ എല്ലാ സൗകര്യവും ഒതുക്കുമ്പോൾ ഇവിടെ ക്രിസ്മസ് ചന്ത ഉദ്ഘാടനം നടത്താൻ പോലും കഴിയാത്ത ഗതികേടിലായിരിക്കുന്നു ഈ സർക്കാർ എന്നതാണ് പരമാർത്ഥം.